നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജായ പൈത്തൺ അതിൽ ചെയ്തിട്ടുള്ള ഒരു ബില്ലിംഗ് ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടകളിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ കുറച്ച് മെനൂസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കുറച്ച് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റൻ്റായിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ സെൻറ്ററിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഈ മെനൂസ് നമുക്ക് ഇതിൽ സെൻറ്ററിൽ ഇത് പോയി സെർച്ച് ചെയ്തെടുക്കാം. ചിലപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ്, ട്രയൽ ബാലൻസ് അതുമാതിരി ഈ മെനൂസ് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതിൽ ഓരോ ആവശ്യത്തിന് ഒരു ഷോപ്പിലേക്ക് ആവശ്യമായുള്ള റിപ്പോർട്ട്സുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെയിൽസ് രജിസ്റ്റർ, കുറച്ച് റിട്ടേൺ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, ഐറ്റം വൈസ് രജിസ്റ്റർ, സ്റ്റോക്ക് മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള റിപ്പോർട്ട്സൊക്കെ. പിന്നെ ടാക്സ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ GSTR 1 അതുമാതിരി HSN വൈസ് റിപ്പോർട്ട് അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെയിൽസ് ക്വിക്ക് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസത്തിലും എത്ര സെയിലായിട്ടുണ്ട് എന്നുള്ളത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് പ്രിൻ്റ് ചെയ്തെടുക്കാനും പറ്റും. പ്രിൻ്റ് PDF എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്കത് PDF-ലോട്ട് ഈ പ്രിൻ്റ് ഔട്ട് വരുന്നതാണ്. ഐറ്റം ഗ്രൂപ്പ്, കസ്റ്റമർ, സപ്ലയർ, അങ്ങനെയുള്ള കുറേ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾട്ടർ കമ്പനിയുടെ എന്തെങ്കിലും പേര് മാറ്റാനോ പുതിയ കമ്പനി ആഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 കമ്പനി കൊടുത്ത് സീഗോൾഡ് അങ്ങനെ 2 കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അത് ആവശ്യം ഫസ്റ്റ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ കമ്പനി സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് കമ്പനി എടുക്കണു, നമ്മൾ ആവശ്യമുള്ള കമ്പനി സെലക്ട് ചെയ്യണം, ജസ്റ്റ് ഓക്കെ കൊടുക്കണം. ബാക്കപ്പ് കോഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എവിടേക്ക് വേണമെങ്കിൽ വൺ ഡ്രൈവോ അങ്ങനെയുള്ള ഓപ്ഷൻ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ ലോസ് നമുക്ക് പരമാവധി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ബില്ലിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബില്ലിംഗ് എടുത്തു, നമ്മളിപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ കസ്റ്റമറുടെ പേരോ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഐറ്റം സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഡെൽ PC അതൊന്ന് സെലക്ട് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി കൊടുത്തു, അതടിച്ചു. നമുക്ക് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്പം നമ്മുടെ PDF-ലോട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബില്ലിൻ്റെ വ്യൂ വരുന്നത്. നമുക്ക് ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ഇങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിത് ഓപ്പൺ ആവുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജിലാണ്. അപ്പോൾ നമുക്ക് അതിലിങ്ങനെ ഹൈലൈറ്റർ ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് ഇങ്ങനെയാണ് നമ്മളിത് ബില്ലടിക്കുന്നത്. ജസ്റ്റ് കസ്റ്റമർ പേര് സെലക്ട് ചെയ്യുന്നു, ഇപ്പുറത്ത് വന്നിട്ട് ഇതിലിപ്പോൾ നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്യണം, ഇന്നോവേറ്റീവ് സിസ്റ്റം കെയർ എന്നൊരു കസ്റ്റമർ ഉണ്ടോ നോക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അതില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ബട്ടൺ ക്രിയേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ കസ്റ്റമറെ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നോവേറ്റീവ് സിസ്റ്റം കെയർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു, നമ്മൾ GST നമ്പർ കൊടുക്കുന്നു, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആ കസ്റ്റമർ അതിൽ ആഡായി. ഇന്നോവേറ്റീവ് സിസ്റ്റം കെയർ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, സിസ്റ്റം കെയ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ള തൃശ്ശൂർ. അമ്മ GST നമ്പർ നമ്മൾ കൊടുക്കണം. ഈ GST നമ്പർ വെച്ച് ഇവിടെ സെർച്ച് ടാക്സ് പെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ GST സൈറ്റിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ GST നമ്പർ ജെന്യൂൻ ആണോ എന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നോക്കാൻ പറ്റും. നമുക്കൊരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളിപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, ആ GST നമ്പർ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച URL നിന്ന് നമ്മളത് അതിൽ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ നമ്പർ അടിച്ച് കൊടുത്ത് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ജെന്യൂൻ അല്ല എന്നുള്ളത് കാണിക്കുന്നത്. ജെന്യൂൻ ആണെങ്കിൽ നമുക്കത് ഓക്കെയാണ്. അപ്പോൾ അത് വെച്ച് സേവ് ചെയ്യാം. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. കസ്റ്റമറെ നമ്മൾ സേവ് ചെയ്യണം. ജസ്റ്റ് ഇത് വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇന്നോവേറ്റീവ് സിസ്റ്റം കെയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു, ഒരു ഡെസ്ക് എന്തെങ്കിലും PC സെലക്ട് അടിക്കുന്നു, അടിച്ചു കൊണ്ടടിച്ചു, സേവ് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പോൾ തന്നെ ബില്ല് ജനറേറ്റ് ആവും. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഫീച്ചറാണ്. ഇത് സൂം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും.
നമ്മൾ പർച്ചേസ് നോക്കുമ്പോൾ സെയിൽസ് പോലെ തന്നെ കസ്റ്റമറുടെ പേര് സപ്ലയറുടെ പേര് കൊടുക്കണം, സേവ് ചെയ്യണം, അത്ര തന്നെ. അതിലിപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം, അമ്മാതിരി കസ്റ്റമർ സപ്ലയർ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നേരെ പർച്ചേസ് കയറ്റുമ്പോൾ അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാം. കമ്പനി സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കൊടുത്തിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഇവിടെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജൊക്കെ കാണാം. ഇപ്പോൾ കസ്റ്റം ടിക്ക് എൻ്റർ എന്ന് പറഞ്ഞ ഒരു പൈത്തണിലെ തന്നെ ഒരു മോസ്റ്റ് ഫേമസ് വെർഷൻ്റെ ഒരു പ്രത്യേകത കണ്ടത്. ഇതിപ്പോൾ നമ്മളൊരു ബില്ല് എഡിറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ സിസ്റ്റം കെയറിൻ്റെ ബില്ല് നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ ഇതിന് മേക്ക് QR കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് ഇൻക്ലൂഡിങ് അതിൻ്റെ എമൗണ്ട് അടക്കം നമുക്ക് സ്കാൻ ചെയ്ത് അയക്കാൻ പറ്റും. നമുക്ക് പൈസ വരുന്നത് മാത്രമല്ല, ആ എമൗണ്ട് കൂടി അതിൽ ഇപ്പോൾ 28,910 അതും കൂടി ആ QR കോഡിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് തെറ്റാതെ അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് അയക്കാനായിട്ട് പറ്റും. ആ QR കോഡ് നമുക്ക് വാട്സാപ്പ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് പേയ്മെൻറ്റ് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബില്ല് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണുക. നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിൻഡോയിൽ തന്നെ നമുക്ക് ആഡ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. നമ്മൾ ഇപ്പോൾ ആ ഐറ്റം എടുത്തു, ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു, അപ്പോൾ അത് ഡിലീറ്റായി പോയി. നെക്സ്റ്റ് ഐറ്റം എടുത്തു, ഡിലീറ്റ് കൊടുത്തു, ഡിലീറ്റായി പോയി. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമ്മൾ ഐറ്റം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണ് ഇതിന് കൊടുത്തിട്ടുള്ള പേര്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്ത് നോക്കണതാണ്. സെർച്ചിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പേര് AS എന്ന് അടിച്ച് കഴിഞ്ഞാൽ AS എന്ന് തുടങ്ങുന്ന എല്ലാ ഐറ്റംസും അതിൽ ഫിൽറ്ററായിട്ട് വരും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഐറ്റം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് എളുപ്പത്തിന് സാധിക്കും. അടിയിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ന്യൂ ഐറ്റം എന്ന ഓപ്ഷനോടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ജേണൽ വൗച്ചർ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഒരു ഐറ്റം നമ്മൾ ജേണൽ വൗച്ചർ എടുക്കണം. അത് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അതിൽ നമുക്കൊരു മെസ്സേജ് ബോക്സ് വരും. അതിൻ്റെ മെസ്സേജ് ബോക്സാണ് ജേണൽ വൗച്ചർ സേവ്ഡ് സക്സസ്ഫുള്ളി. ഈ മെസ്സേജ് ബോക്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇറേസ് ആയി പോകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഇത്രയും സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഒന്നുകൂടി നോക്കാതെ അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ബോക്സ് വരുന്നു, സേവ് ചെയ്യണു, അത് ഓട്ടോമാറ്റിക് ഇറേസ് ആവണം. കണ്ടോ, ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറേസ് ആയിട്ട് പോകും. അതൊരു ഫീച്ചറാണ്, കാണിച്ചെന്ന് മാത്രം. ഇതുപോലെ നമുക്കിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം സൈറ്റിംഗ് സേവ്ഡ് സക്സസ്ഫുള്ളി. ആ മെസ്സേജ് ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇറേസ് ആയി പോണത്. പർച്ചേസ് അത് കണ്ട ഞാൻ പർച്ചേസിന് വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അത് ഓട്ടോമാറ്റിക് വിൻഡോ വന്നത്. ഞാനൊന്ന് ടൈപ്പ് ചെയ്തിട്ടില്ല, ഞാൻ വോയിസ് വെച്ചിട്ടാണ് ആ ബട്ടണിൽ പ്രസ് ചെയ്ത് വോയിസ് വെച്ചിട്ടാണ് ആ വിൻഡോനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്ത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആ വിൻഡോ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇവിടുന്ന് ആ സെൻറ്ററിൽ കാണുന്ന സ്ഥലത്ത് നമുക്ക് ഏതെങ്കിലും മെനു സെർച്ച് ചെയ്യാം. ഇത് നമ്മളെ അടിയിലൊരു കറണ്ട് സ്റ്റാറ്റസ്, എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് കാണിക്കുന്നു. ജസ്റ്റ് ഒരു ഫണ്ടിക്ക് വേണ്ടി ചെയ്താണ്. സമ്മറി അത് നമ്മളെടുക്കുമ്പോൾ ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ്. ഇപ്പോൾ ഇന്ന് ക്യാഷ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, സൺഡേ ഡേറ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നു, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്, ആസ് ഓൺ ഡേറ്റ് സെയിൽ എത്രയുണ്ട്, ഇന്ന് വരയ്ക്ക് എത്ര സെയിലുണ്ട്, പർച്ചേസ് എത്രയുണ്ട്, ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, അങ്ങനെ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ ഒറ്റ റിപ്പോർട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, അടിച്ച റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്.
വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.